നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഷോറൂംസിൽ നമ്മൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മളെ വാഹനത്തിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി വർക്ക് ചെയ്യുന്നത് കാണിക്കാത്തത്? ഇങ്ങനൊരു സംശയം പലർക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കണം എന്ന് തന്നെയല്ലേ? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് തഷ്ബീർ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സർവീസ് സെൻറ്ററിൽ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ ഫ്രണ്ടിൽ നിന്നും ചെയ്യാത്ത എന്നായിരിക്കും ഉദ്ദേശിച്ചത്. കുറച്ച് ഭാഗം ഇവിടെ മിസ്സായിട്ടുണ്ട്. ഐ തിങ്ക് ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിക്കും എന്ന്. ഞാൻ എല്ലാ വണ്ടിയും ഷോറൂമിൽ നിന്നാണ് സർവീസ് ചെയ്യാറ്. കുറേ നാളായിട്ടുള്ള ഡൗട്ടാണ്. ഓക്കെ, നല്ല ഡൗട്ടാണ്, ഒരു കുറ്റവും പറയാനില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം സർവീസിന് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ആ വാഹനത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടി നമുക്കൊരു ക്യൂരിയോസിറ്റി കാണും. അത് ആസ് യൂഷ്വൽ നോർമലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പല ഷോറൂംസിലും കസ്റ്റമർ ലോഞ്ച് ചെയ്യുന്നത് തന്നെ നമുക്ക് വാഹനം വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി അതല്ല, നമ്മളിപ്പം സർവീസ് അഡ്വൈസറോടോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജറോടോ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അടുത്ത് വെച്ച് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാറുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സർവീസ് സെൻ്ററിലൊക്കെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അവരവരുടെ വാഹനം സർവീസ് ചെയ്യുന്നത് അവർക്ക് വീട്ടിൽ ഇരുന്ന് അവരുടെ ഫോണിൽ തന്നെ കാണുന്ന രീതിക്കുള്ള ടെക്നോളജിയും വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സർവീസ് സെൻ്ററിൽ ഫ്ലോറിലോട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ഫ്ലോറിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഫ്ലോറിലോട്ട് ഇറക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ സംഭവിക്കാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം സർവീസ് ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും ഏതെങ്കിലും രീതിക്ക് ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ കാര്യങ്ങളൊക്കെ ചിലപ്പം താഴെ വെച്ചിട്ടോ അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും സ്പില്ലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കസ്റ്റമറോട് വന്ന് നിൽക്കുന്ന സമയത്ത് തെന്നി വീഴാനോ ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സർവീസ് സെൻറ്ററിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു റൂളുണ്ട്. ശരിക്കും ആ റൂളാണ് അവർ ഫോളോ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ യൂസ് ചെയ്യേണ്ട ക്യാപ്പ്, ഗ്ലൗ, ഷൂസ് കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ട് ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഒരു കസ്റ്റമർ ഈ പറയുന്ന ഒരു ഡ്രസ് കോഡിൽ അവിടെ വരത്തില്ല. ഏതെങ്കിലും രീതിക്ക് ഈ കസ്റ്റമർ ഈ വാഹനത്തിൻ്റെ അടിയിലൊക്കെ കയറി നോക്കിയോ എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് അവിടെ ഉത്തരവാദിയാകുന്നത്? ആസ് യൂഷ്വൽ ഷോറൂമിലുള്ളവർക്ക് തന്നെയാണ് അതൊരു ബുദ്ധിമുട്ടാകുന്നത്. കാരണം ഒരു കാരണവശാലും കസ്റ്റമറെ അങ്ങോട്ട് കയറ്റി വിടാൻ പാടില്ലെന്നാണ്. പക്ഷേ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കസ്റ്റമർക്ക് വാഹനത്തിൻ്റെ അടിഭാഗം കാണണം അല്ലെങ്കിൽ എഞ്ചിൻ റൂം കാണണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കസ്റ്റമറെ കയറ്റി വിടാൻ സാധിക്കും. അത് ഒരു കാരണവശാലും കയറ്റി വിടത്തില്ലെന്ന് അവർ പറയത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിൽക്കാം, അവരത് ചെയ്ത് കാണിച്ചു തരും. ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോക്കൽ വർക്ക്ഷോപ്പിൽ എന്തുകൊണ്ട് ചെയ്യുന്നു പറഞ്ഞാൽ, ലോക്കൽ വർക്ക്ഷോപ്പിൽ 1-2 വാഹനം മാത്രമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അവരവിടെ ഈ സേഫ്റ്റി പ്രിക്കോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് വെള്ളം കാണാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റു സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അതായത് ഷോറൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ നെക്സ വർക്ക്ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നെക്സയിൽ ഇപ്പം കസ്റ്റമർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ലിങ്ക് അവർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ വാഹനം സർവീസ് ചെയ്യുന്നവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കാണാൻ സാധിക്കും. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്.